ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ 8th ആനിവേഴ്സറി ക്യാമ്പയിൻ എന്തായാലും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കിഡിലൊരു ക്യാമ്പയിൻ തന്നെയാണ് അവർ കൊണ്ടുവന്നേക്കണേ. ഒന്നും പറയാനില്ല ഗൈസ്, കിഡിലൻ ക്യാമ്പയിനാണ്. അല്ലെങ്കിൽ നമുക്ക് കുറേ ബാഡ്ജൊക്കെ തന്ന് നമ്മളെ വലിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം അവന്മാർ കിഡിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 8th ആനിവേഴ്സറി ക്യാമ്പയിൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയില്ല ഗൈസ്. എന്തായാലും അത്യാവശ്യം എപ്പിക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്തായാലും പറയാം ഗൈസ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവിനകത്തേക്ക് പോകണം. മെയിനായിട്ട് പറയാൻ തന്നെ ഇപ്പോൾ 8th ആനിവേഴ്സറി ക്യാമ്പയിൻ ഉള്ളു ഗൈസ്. അതിനകത്ത് നമ്മുടെ ബാറ്റിസ്റ്റൂട്ട് ഉണ്ട്, ഓവനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറയാത് നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് പോവുകയാണെങ്കിൽ ഗൈസ്, ഒബ്ജക്റ്റീവിലേക്ക് നിങ്ങൾക്ക് അവിടെ ഒരു ഇത് കാണാൻ പറ്റും ഗൈസ്. നമ്മുടെ കോൺട്രാക്ട് സെലക്ഷനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്നൈഡറിനെയും ഡേവിഡ് വില്ലിയനെയൊക്കെ എടുത്ത പോലെയൊക്കെ തന്നെ നമുക്ക് ഒരു പ്ലെയറിനെ എന്തായാലും ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയറിനെ ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അതുകൂടാതെ നമുക്കൊരു 30ഓളം ഫ്രീ സ്പിന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കിടിലൊരു ക്യാമ്പയിൻ തന്നെയാണ് അവർ കൊണ്ടുവന്നേക്കണേ. ആനിവേഴ്സറി ക്യാമ്പയിനൊക്കെ അവർ ഇങ്ങനെ അടിപൊളിയാക്കി കൊണ്ടുവരാറൊക്കെ ഉള്ളതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കിടിലായിട്ടാണ് അവർ കൊണ്ടുവന്നേക്കണതും. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമ്മുടെ പാക്കിനകത്തേക്ക് നോക്കുവാണെങ്കിൽ ഗൈസ്, പാക്കിനകത്ത് നമ്മുടെ പുതിയൊരു പാക്ക് വന്നിട്ടുണ്ട്. യൂറോപ്യൻ ക്ലബ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു പാക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ റിബറി ഉണ്ട്, അതുപോലെ തന്നെ ഗുല്ലിറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ റൗളുണ്ട് ഗൈസ്. അപ്പോൾ ഇവർ 3 അടങ്ങുന്നൊരു പാക്കാണ് വന്നേക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് ഉണ്ട്. പ്ലെയർ ഓഫ് ദി വീക്ക് ലൈവ് അപ്ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പഴയ പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് ഈസ് അവർ കൊണ്ടുവന്നേക്കുന്നത്. പഴയ UCL പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് കൊണ്ടുവന്നേക്കണേ. നമ്മുടെ വിനീഷ്യസ് ഉണ്ട്, കിമ്മിച്ച് ഉണ്ട്, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഗീസ് നമ്മുടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗീസ് നമ്മുടെ പാക്ക്. ഇതിനകത്ത് ഒരു വൃത്തിയിട്ട പരിപാടി അവന്മാർ ചെയ്തേക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 300 പ്ലേയേഴ്സാണ് ഗീസ്. ടോട്ടൽ 300 പ്ലേയേഴ്സ് ഇതിനകത്തുണ്ട്. പക്ഷേ 5 സ്റ്റാറായിട്ട് നമ്മുടെ എപ്പിക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. അതാണ് വേറൊരു സംഭവം. ഹൈലൈറ്റ് കാർഡൊന്നും ഇല്ല. എപ്പിക്ക് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും ബേസ് കാർഡായിരിക്കും ഗൈസ്. 300 പ്ലേയേഴ്സ് ഉണ്ട് ഇതിനകത്തുനിന്ന് ഫ്രീ സ്പിന്ന് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവായിരിക്കും ഗൈസ്. ഭാഗ്യമുള്ളവർക്ക് എന്തായാലും കിട്ടും. കിട്ടിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഇതാണ് നമ്മുടെ പ്ലെയർ ലിസ്റ്റ്. നമ്മുടെ സ്നൈഡറിനെയും ഡേവിഡ് വില്ലിയനെയൊക്കെ എടുത്ത പോലെയൊക്കെ തന്നെ നമുക്ക് ഒരു പ്ലെയറിനെ അതിനകത്ത് നിന്ന് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയറിനെ അതിനകത്ത് നിന്ന് എടുക്കാം ഗൈസ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ അത്രയാണ് ഈ പാക്കിനകത്തൊക്കെ വന്നിട്ടുള്ളൂ. എന്തായാലും കൊള്ളാം, ഫുൾ അട്രാക്റ്റ് എന്തായാലും 8th ആനിവേഴ്സറി ക്യാമ്പയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് വേറൊരു സംഭവം ഒന്ന് വന്നേക്കണമെന്ന് പറയാൻ. മെയിൻ്റെനൻസ് ഇല്ലയെന്ന് വെച്ചുകൊണ്ടിരുന്നതാണ് ഗീസ്. പക്ഷേ അവന്മാർ പെട്ടെന്നൊരു മെയിൻ്റെനൻസ് അവന്മാർ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പാക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നവന്മാർ. പിന്നെ മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞൊരു ഇതൊന്നും എടുക്കുന്നുണ്ട് ഗീസ്. അതിൽ നിന്ന് കുറച്ച് GB കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ കോയിൻ കിട്ടുന്ന ഇവൻറ്റ് വന്നിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ക്ലബിന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റ് കളിച്ചാൽ മതി ഗൈസ്. ഈ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 50 ക്ലബ് കോയിൻ എന്തായാലും കിട്ടുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ വന്നിട്ടുള്ളത് ഇതിനകത്തൊന്ന് നോക്കണം. ഇത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൂസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഇതിനകത്തല്ല ഫ്രീ സ്പിൻ. ഇതിനകത്ത് കളിച്ച് കഴിഞ്ഞാലും അതൊക്കെ തന്നെ ബൂസ്റ്ററാണെന്ന് തോന്നുന്നു. അതെ, ബൂസ്റ്റർ തന്നെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഫ്രീ സ്പിൻ കിട്ടുന്നത് ഈ ഇവൻ്റ് ആയിരിക്കും. ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഈവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഒരു ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും ഗീസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പാക്കിനകത്തും അതുപോലെ തന്നെ നമ്മുടെ മാച്ചിനകത്തൊക്കെ പറയാനുള്ളത്. മെയിനായിട്ടും നമ്മുടെ 8th ആനിവേഴ്സറി ക്യാമ്പയിനാണ്. ഇതിനകത്തുനിന്ന് ഒരു 160 കോയിൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ നോക്കാം ഗൈസ്, നമുക്ക് ആരെ കിട്ടുമെന്ന് നോക്കാം. എനിക്ക് അതിനകത്ത് ടാർഗറ്റ് ഉണ്ടോയെന്ന് അറിയില്ല, നോക്കാം എന്തായാലും. ഓക്കെ, നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് ഇതാണ്. ഇതിനകത്ത് എനിക്ക് വിനീഷ്യസിന് വേണമെന്നില്ല ഗൈസ്. കാരണം വിനീഷ്യസ് എൻ്റെ 2-3 വിനീഷ്യസ് ഉണ്ട് ഗൈസ്. എനിക്ക് വേണമെന്നുള്ളത് ഒഡേഗാർഡിന് വേണമെന്നുണ്ട്. പിന്നെ എനിക്ക് കിമ്മിച്ചിന് വേണമെന്നുണ്ട് ഗൈസ്. കിമ്മിച്ച് സെൻറ്റർ ബാക്കായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കിമ്മിച്ചിന് വേണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ടാർഗറ്റ് കിമ്മിച്ച് അല്ലെങ്കിൽ ഒഡേഗാർഡാണ് എൻ്റെ ടാർഗറ്റ്. പിന്നെ മറ്റേ ബാർസലോണയുടെ സെൻറ്റർ ബാക്കിന് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കിതിനകത്ത് വേറെ ആരും ഇങ്ങനെ വേണമെന്നില്ല ഗൈസ്. വേറെ ആരും എനിക്കങ്ങനെ വേണമെന്നില്ല. ഒഡേഗാർഡ് അല്ലെങ്കിൽ കിമ്മിച്ച്, 2 പേരായാലും കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ബാർസലോണയുടെ സെൻറ്റർ ബാക്ക് നോക്കാം. എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പിന്നെടുക്കാം. ഓക്കെ, ഹെർ വി ഗോ. ഞാൻ എന്തായാലും സ്പിന്നെടുത്തിട്ടുണ്ട്. ആരാ നോക്കാം. ഓക്കെ, ആരാണ്? ഉള്ളിൽ കളറുണ്ട് ഗൈസ്, ഉള്ളിൽ പച്ച കളർ കാണുന്നുണ്ട്. നോക്കാം എൻ്റെ ടാർഗറ്റ് ആവുമെന്നും നോക്കാം ഗൈസ്. നോക്കാം ആരാണ്. ഇറ്റാലി ലീഗാണ്, നമ്പർ 7 ഗൈസ്.
സ്ക്വാഡ്രാഡാണ് ഗെയ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും ടാർഗറ്റ് അല്ലായിരുന്നു, ബട്ട് കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു പ്ലെയർ ആണ് ഗെയ്സ്. അപ്പോൾ എന്തായാലും ചങ്ങായി ക്രോസ് സ്പെഷ്യലിസ്റ്റ് ഒന്നാണെന്നാണ് എനിക്ക് തോന്നണത്. നോക്കി നോക്കാം എന്തായാലും പ്ലെയർ ഡീറ്റെയിൽ. യെസ് ഗെയ്സ്, ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇതിനകത്ത് ഇനി കോയിൻ സ്പെൻഡ് ചെയ്യണമെന്നില്ല ഗെയ്സ്. കോയിൻ എന്തായാലും ഇനി സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. 300 പ്ലേയേഴ്സുള്ള പാക്കാണ് ഗെയ്സ്. 150 പ്ലേയേഴ്സ് ഉണ്ടായിട്ട് പോലും നമുക്കൊരു തേങ്ങയും കിട്ടുന്നില്ല. ആ സ്ഥാനത്ത് 300 പ്ലേയേഴ്സിനെ കുത്തി നിറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു ഗെയ്സ്. ആരെ കിട്ടിയാലും വിഷയമില്ല നമുക്ക്. എന്തായാലും കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗെയ്സ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സ്പിൻ എടുക്കുകയാണ് ഗെയ്സ്. ഇത് ഒരു സ്പിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കിനി കിട്ടുന്ന സ്പിന്നെല്ലാം ഞാൻ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ കറക്കത്തുള്ളൂ ഗെയ്സ്. ഇനി 30 ഫ്രീ സ്പിൻ മൊത്തത്തിലുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ സ്പിൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കിനി 29 ഫ്രീ സ്പിൻ കൂടി കിട്ടും ഗെയ്സ്. അതെന്തായാലും ഞാൻ കൂട്ടി വെച്ചിട്ടാണ് ഇനി കറക്കുന്നുള്ളൂ. കൂട്ടി വെച്ചിട്ട് കറക്കുമ്പോഴാണ് ഗെയ്സ് ഒരു സുഖമുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചുമ്മാ കറക്കി വിടുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, കിട്ടുമല്ലോ നോക്കാമല്ലോ. കിട്ടാനൊന്നും പോകണില്ല അത് വേറെ കാര്യം. ഓക്കെ, ഹെർ വി ഗോ. ഞാൻ സ്പിൻ എടുത്തിട്ടുണ്ട് ഗെയ്സ്. ഫ്രീ സ്പിന്നാണ്. ബേസ് കാർഡ് തന്നെയാണ് ഗെയ്സ്. ബേസ് കാർഡാണ്, എപ്പിക്കൊന്നുമല്ല. ഒത്തിരി പ്രതീക്ഷയൊന്നും വേണ്ട ഗെയ്സ്. ഓക്കെ, ബേസ് കാർഡിന് തന്നിട്ടുണ്ടാവും അത് നമുക്ക്. അപ്പോൾ എന്തായാലും കൊള്ളാം. 8th ആനിവേഴ്സറി ക്യാമ്പയിൻ കുഴപ്പമില്ല, നല്ലൊരു ക്യാമ്പയിനാണ്. നല്ലൊരു ക്യാമ്പയിനായിട്ടാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും കൊള്ളാം. അപ്പോൾ അതാണ്, ഇത്രയാണ് ഗെയ്സ് പറയാനുള്ളൂ. ബൈ ഗെയ്സ്, ബൈ.